കേരളത്തെ അഭിനന്ദിച്ച് നടൻ കമൽഹാസൻ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളത്തിൻ്റെ നിശബ്ദ വിപ്ലവമാണ്. കേരളം തെളിയിച്ചത് ഭരണത്തിൻ്റെ യഥാർത്ഥ ശക്തിയാണെന്നും ഒരാളും പിന്തള്ളപ്പെടുന്നില്ല എന്ന് കേരളം ഉറപ്പാക്കുന്നുവെന്നും കമൽഹാസൻ പറയുന്നു. കനിവും കഴിവും ഒരുമിച്ച് ചേർന്നതാണ് കേരളത്തിൻ്റെ ഭരണമെന്നും അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ചേരുകയാണ്. മനു, ഉലകനായകൻ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് വളരെ പഠിച്ച് വിശദമായി തന്നെ പറയുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്? തീർച്ചയായും ഷമി പറഞ്ഞതുപോലെ ഉലകനായകൻ കമൽഹാസൻ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് മലയാള മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വളരെ കൃത്യമായി തന്നെ കേരളത്തെ അഭിനന്ദിച്ച് എഴുതിയിരിക്കുന്നത്. പുരോഗതി അളക്കാൻ കേരള മാർഗം എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് വ്യക്തിപരമായ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്ക് വേണ്ടി ദാരിദ്ര്യം നിലനിർത്താൻ ശ്രമിക്കുന്നവർക്ക് മേൽ സദുദ്ദേശത്തിനും കൂട്ടായ ക്ഷേമത്തിനും വിജയം നേടാനാകുമെന്ന് കേരളം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണത്തിന്റെ യഥാർത്ഥ ശക്തി മുദ്രാവാക്യങ്ങളിലോ പ്രകടനങ്ങളിലോ അല്ല, മറിച്ച് ഒരാളും പിന്തള്ളപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന നിശബ്ദ വിപ്ലവം, അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരു നിശബ്ദ വിപ്ലവമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കമൽഹാസൻ. കേരള സർക്കാരിൻ്റെ കേരളത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ ദൗത്യത്തിലേക്ക് പോകാൻ ഒരു സർക്കാർ സംവിധാനത്തിന് കഴിവ് മാത്രം പോരാ, കനിവും അത് നടക്കാനുള്ള ഇച്ഛാശക്തിയും പ്രത്യയശാസ്ത്ര ദൃഢതയും വേണം. അത് സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് കമൽഹാസൻ ഈ ലേഖനത്തിൽ പറയേണ്ടത്. ഒരു മനുഷ്യരും പിന്തള്ളപ്പെട്ടു പോകുന്നില്ല എന്ന് പറയുന്ന വലിയ സാമൂഹികമായ ഉത്തരവാദിത്വം കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഉത്തരവാദിത്വത്തിൻ്റെ നിറവേറ്റിയതിൻ്റെ കൂട്ടായ പ്രതിഫലനമാണ് നമുക്ക് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന വലിയ നേട്ടത്തിൽ കാണാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പൗരനും ഭക്ഷണമോ പാർപ്പിടമോ ചികിത്സയോ ലഭിക്കാതെ പോകരുതെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ അന്തസ്സാർന്ന ജീവിതത്തിലാണ് കേരളം പുരോഗതി അളക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമൽഹാസൻ എഴുതുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ വികസനം എന്ന് പറയുന്നത് വലിയ ബിൽഡിങ്ങുകളും വലിയ റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മറ്റുള്ളവർ ജീവിക്കുന്നതിന് സമാനമായ സാഹചര്യത്തിൽ ജീവിക്കാൻ അവസരമൊരുക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ പുരോഗതിയുടെ അളവുകോൽ. എല്ലാ മനുഷ്യരും ഒരേപോലെ ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു, മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നു, മികച്ച ചികിത്സ ലഭിക്കുന്നു, വേർതിരിവുകളില്ലാതെ. ആ അളവുകൾ കൊണ്ടാണ് കേരളത്തിൻ്റെ പുരോഗതിയെ ലോകം അളക്കേണ്ടത് എന്ന് പറയുകയാണ്. അതായത് ഇവിടെ എല്ലാവർക്കും എല്ലാം തുല്യതയോടെ ലഭിക്കുന്നു എന്ന സാർവത്രികമായ ഒരു സത്യത്തെ അടയാളപ്പെടുത്തുന്നു എന്നാണ് കമൽഹാസൻ പറയുന്നത്. അപ്പോൾ ഈ പുരോഗതിയും മറ്റു കാര്യങ്ങളും ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാണ്. കേരളം ആ രീതിയിൽ അഭിമാന സംസ്ഥാനമാകുന്നു എന്നാണ് കമൽഹാസൻ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് അവർ സമ്പത്തിലോ താൽക്കാലിക നേട്ടങ്ങളിലോ ഒന്നും താല്പര്യം ചെലുത്തുന്നവരല്ല, മറിച്ച് അവരുടെ മുന്നിലുള്ള ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. ആ നേട്ടത്തിനോടൊപ്പം നമ്മൾ നിൽക്കണമെന്നാണ് കമൽഹാസൻ പറഞ്ഞു വെക്കുന്നത്. ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ ഭരണഘടനാ സ്വപ്നങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുന്നതാണ്. ആ സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വോട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് കുറേ അധികം സ്വപ്നങ്ങളുണ്ട്, അവരുടെ ജീവിതം മുന്നോട്ട് വരുന്നതിനെക്കുറിച്ച്, അവരുടെ ആവലാതികൾ മാറുന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞു വെക്കുകയാണ് കമൽഹാസൻ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കമൽഹാസൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ്. ആ ദിവസത്തിലാണ് അദ്ദേഹം ഈ ലേഖനം ഇന്ന് മലയാള മനോരമയിൽ എഴുതുന്നത്. അത് മലയാള മനോരമയിൽ തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ കൗതുകം കൂടി ക്ഷമിക്കറിയാവുന്നതാണല്ലോ. നമ്മുടെ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന നേട്ടത്തെ അതിന് ഏറ്റവും ശോഭ കുറച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാധ്യമ സംസ്കാരമുള്ള ഒരു പത്രമോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം കൂടിയാണ് നമുക്കറിയാം മനോരമ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ എല്ലാ നേട്ടങ്ങളെയും ആ രീതിയിൽ മികവോടെ അവതരിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല മനോരമ. ആ മനോരമയിലാണ് കമൽഹാസൻ ഈ അഭിനന്ദനം എഴുതിയിരിക്കുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് കമൽഹാസനെ പോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിൽക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങളെ ആ രീതിയിൽ സൂക്ഷ്മമായി വിലയിരുത്തുന്നു. ഇത് മലയാള മനോരമയിൽ തന്നെ ഈ ലേഖനം വരുമ്പോൾ അത് ഈ നാട്ടിലെ ഈ നേട്ടങ്ങളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ഈ നേട്ടങ്ങളെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനും കൂടിയുള്ള ഒരു വലിയ മറുപടിയായി മാറുകയാണ്. കമൽഹാസനെ പോലെ ലോകമറിയുന്ന ഒരു കലാകാരൻ കേരളത്തിൻ്റെ ഈ മികവിനെ അഭിനന്ദിക്കുന്നു, കേരളത്തിൻ്റെ മികവുകളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരളത്തിന് പുറത്തുള്ള മനുഷ്യർ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നതോ ഇവിടുത്തെ പ്രതിപക്ഷ
പ്രതിപക്ഷം പറയുന്നതോ ചെവിക്കൊള്ളുന്നില്ല. അവരെ സംബന്ധിച്ച് കേരളത്തിന്റെ നേട്ടങ്ങളെ അടുത്തറിയാൻ അവർക്ക് പറ്റുന്നു, അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നു. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ അവർ വിശ്വാസം പുലർത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഇത് പ്രതിപക്ഷത്തിനുള്ളൊരു മറുപടിയാണ്, കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. ഇപ്പോഴും അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ എൻ്റെ മണ്ഡലത്തിൽ ദരിദ്രരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും കണ്ടെത്തിക്കൊണ്ടുവരുന്ന ജനപ്രതിനിധികളടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കമൽഹാസനെ പോലുള്ള രാജ്യസഭയിലെ MP ആയ മക്കൾ നീതിമയ്യത്തിന്റെ നേതാവായ ലോകമറിയുന്നൊരു കലാകാരൻ കൂടിയായ അദ്ദേഹം നമ്മളെ അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്.